സാറേ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെന്ന്. അതല്ല സാറേ, പിന്നെ ഞാൻ ഈ കടയിൽ നിന്ന് ഈ പൊരിപ്പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് എന്റെ ശരീരത്ത് മൊത്തം കൊളസ്ട്രോൾ ആണ് സാറേ. കൊളസ്ട്രോൾ. ഞാൻ മൂത്രം ഒഴിക്കാൻ നേരത്തെ എണ്ണയാണ് സാറേ വരുന്നത്. അത് തന്നെയല്ല, ഞാൻ രാവിലെ ഈ ചായക്കകത്ത് നല്ലപോലെ പഞ്ചസാര ഇട്ടൊക്കെ കുടിക്കും. അതുകൊണ്ട് എന്റെ ശരീരത്ത് മൊത്തം ഷുഗർ ആണ് സാർ. ചോറിനകത്ത് ഞാൻ നല്ലപോലെ ഉപ്പിട്ട് കഴിക്കും. എനിക്ക് BP ആണ് സാർ, BP. ഈ നമ്മുടെ അരിയാഹാരേ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ ഓടുകയോ ചാടുകയോ അങ്ങനെ ശരീരം വിയർക്കുന്ന എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യണം. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എന്നെ കൊണ്ട് കാണിക്കണം കേട്ടോ. ഡോക്ടറല്ലേ കാണിക്കട്ടെ? അപ്പൊ നിനക്കറിയാം, നീ കണ്ട പാപ്പ മൊത്തം വാരി തന്നിട്ട് നീ എന്തിനാ എന്റെ തോളി ഒന്ന് കാണാ? ഇത് എന്റെ അടുത്തൊന്ന് പറയേണ്ട കാര്യം എന്തോന്നു? അത് മേടിച്ചെന്ന് ഇത് മേടിച്ചെന്ന് അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം പറയാം സാറേ. ഇത് ഇവന്റെ കല്യാണമാണ് ഈ വരുന്ന 24-ാം തീയതി. അപ്പൊ ഈ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നൊരു സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ പെണ്ണിപ്പോ വേറെ വഴി പറഞ്ഞു കൊറേ. നിങ്ങൾക്ക് ഇവിടെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് എന്താ ഇത്ര കാര്യം? അല്ല, വേറൊന്നുമല്ല സാറേ, 24-ാം തീയതി കല്യാണമല്ലോ. അപ്പൊ എനിക്ക് അവൾക്ക് നാളൊരു സമയത്തിന് 2 മക്കളുണ്ടാവും. അപ്പൊ ഈ മക്കളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പേരെന്തായിരുന്നു? മനുക്കെ ഉത്തമൻ. മനുക്കെ ഉത്തമം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആലപ്പുഴ വെള്ളം കയറി എന്ന് വിചാരിച്ച് തിരുവനന്തപുരത്ത് ബസ്സിരിക്കുന്ന നിങ്ങൾ നിക്കർ ഒരു തലയിടേണ്ട കാര്യമുണ്ടോ? അതിന് സമയമില്ലേ? ചെയ്യേണ്ട കാര്യം എന്തോ? ഒരു മനുഷ്യൻ ആലപ്പുഴ വെള്ളം കയറിയ ആരോട് പറയാൻ തോറ്റ് തൊപ്പിട്ട് നിൽക്കണം. എന്റെ ഐവി ടെക്കി എന്തോ കാണിക്കുന്നത്? അല്ല സാറേ, വേറൊന്നും കൊണ്ടല്ലോ സാറേ. എന്റെ അച്ഛൻ ചെന്നൈയിൽ വണ്ടിയിൽ പോയി സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ എനിക്ക് വിളിച്ചോണ്ട് വരണം സാറേ. സാറിന് ചെന്നൈയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ സാറേ? ചെന്നൈയിൽ എനിക്ക് ഇപ്പൊ പരിചയമുള്ളതെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ. മെനഞ്ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ചെന്ന് പെണ്ണിന് ചോദിക്കില്ലേ പെടലിക്ക് അടിച്ച് സാറേ. എന്റെ അച്ഛൻ തിരിച്ചു വിളിച്ചോണ്ട് വരണം സാറേ. എനിക്ക് എത്ര ജീവനാണ് സാറേ. നീ ജീവനാന്ന് പറയുന്ന പേരെന്താ പറഞ്ഞേ? മനുക്കെ ഉത്തമ. നിങ്ങൾ തമ്മിൽ എന്താ അത്രയ്ക്കുള്ള ഇഷ്ടം വരാൻ കാരണം? ഇഷ്ടം വരാൻ കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശാർക്കര അമ്പലത്തിൽ വെച്ചാണ്. എന്റെ ദൈവമേ, ശാർക്കര അമ്പലം എന്നാ ഉത്സവം! 10 ദിവസത്തെ ഉത്സവം, അടിപൊളി കലാപരിപാടികൾ. സാർ അവിടെ ഒന്ന് വരണം. കിട്ടില്ല അമ്പലം സാറേ. അങ്ങനെ സദ്യ വിളമ്പാൻ വന്ന സദ്യയിലെത്തി വന്ന എന്റെ സാറേ, ശാർക്കര അമ്പലത്തിലെ സദ്യ ഒരു ഇല അങ്ങോട്ട് ഇട്ട് എഴുതി വളർത്തുണ്ടെങ്കിൽ 19 കൂട്ട കറിയൊക്കെ വിളമ്പും. വള്ള സദ്യ വീട്ടിൽ വള്ള സദ്യ കട്ടിൽ കിട്ടുന്ന സദ്യ അടിപൊളി സദ്യയല്ലേ? പിന്നെ എനിക്കറിയാവുന്ന കാര്യമാണ് ഇത്. അച്ചാറ് വിളമ്പിപ്പോ എന്റെ ഒരു നോട്ടം നോക്കി. എന്റെ സാറേ, ശാർക്കര അമ്പലത്തിലെ മാങ്ങാച്ചാറ്, ആ കടുക് മാങ്ങ അച്ചാർ ഇങ്ങനെ എടുത്തിട്ട് ആ കടുക് മാങ്ങയും ആ കറിവേപ്പില എങ്ങോട്ട് എടുത്ത് ഇങ്ങനെ വായിക്കാത്തോട്ട് വെക്കാത്ത എന്നാ ടേസ്റ്റാന്നറിയാമോ സാറേ? സാമ്പാറും തൊട്ടി കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ദൈവമേ, ശാർക്കര അമ്പലത്തിലെ സാമ്പാർ എന്നാ സാമ്പാറാണെന്നറിയാമോ? ഈ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് എടുത്തത്. അതിൽ ആ മത്തക്കയുടെ കഷ്ണം എടുത്ത് ചോറിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് കുഴച്ച് വായിക്കാത്തോട്ട് വെച്ച് തിന്നാ എന്നാ ടേസ്റ്റാന്നറിയാമോ? അല്ല സാറേ, സാറിന്റെ സാറേ അവിടെ പോയിരിക്കണം. ഞാൻ എന്ത് നീ ഓരോന്ന് വിളമ്പി കൊടുക്കുന്ന അവൻ തിന്നുന്നു. ഞാൻ പിന്നെ അതിൽ എന്തോ പറയാ?